വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി PN വൈശാഖിനെതിരെയും കോൺഗ്രസ് കേന്ദ്ര നേതാക്കൾക്കെതിരെയും കടുത്ത ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷെഫീഖ്. വടക്കാഞ്ചേരി UDFന്റേത് പേയ്മെന്റ് സീറ്റാണെന്നും മുഹമ്മദ് ഷെഫീഖ് ആരോപിച്ചു. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. ശ്രീ വ്യാസ NSS കോളേജിൽ നിന്ന് 2006 വ്യാസ കോളേജ് യൂണിറ്റ് ഭാരവാഹിയായാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. തുടർന്ന് യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ്, KSU തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്ന അതിൻ്റെ റിസോഴ്സ് പേഴ്സൺ തൃശ്ശൂർ ജില്ലയിലെ, സംസ്കാര സാഹിതി അതിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ വടക്കാഞ്ചേരി യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടും നിലവിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇത്തരം ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായൊരു സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാവുന്നതുപോലെ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ ആദ്യ പട്ടികയിൽ വന്നിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. രണ്ടാം പട്ടികയിലാണ് വടക്കാഞ്ചേരി വരുന്നത്. വടക്കാഞ്ചേരിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടു വന്നു. വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ 7 മണ്ഡല പ്രസിഡന്റുമാരിൽ 9 മണ്ഡല പ്രസിഡന്റുമാരിൽ 7 മണ്ഡല പ്രസിഡന്റുമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 6ഓളം ജനറൽ സെക്രട്ടറിമാരും അസംബ്ലി UDFന്റെ നിയോജകമണ്ഡലം ചെയർമാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വലിയൊരു നേതൃത്വം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വിയോജനക്കുറിപ്പ് തയ്യാറാക്കുകയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്കും ഒക്കെ അത് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഒരു പേയ്മെന്റ് സീറ്റാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പതിറ്റാണ്ടുകളോളമായി വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ നേതാക്കളുണ്ട്. ജനസമ്മതിയുള്ള ആളുകൾ, പരിചയസമ്പത്തുള്ള ആളുകൾ, നിരവധി കാലമായി പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന നിരവധിയായ ആളുകൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ തന്നെ നേതൃതലത്തിലുള്ളപ്പോൾ അവരെയെല്ലാം മാറ്റി നിർത്തി ഒരു സ്ഥാനാർത്ഥി വന്നതിനെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള ചർച്ച പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ആ ചർച്ചക്കകത്ത് വന്നിട്ടുള്ളത് പ്രധാനമായും ആരോപണം എന്ന് പറയുന്നത്, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു മുൻ MLA, കോൺഗ്രസിന്റെ മുൻ MLAയും മുൻ MP-യും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വവും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു പേയ്മെന്റ് സീറ്റാക്കി വടക്കാഞ്ചേരിയെ മാറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കച്ചവടം ചെയ്തു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇത് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, ഈ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച് പതിറ്റാണ്ടുകളോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ വഞ്ചിക്കുന്നതിന് തുല്യമായ പ്രവർത്തനമാണ് നടത്തിയത്. വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി പാർട്ടിക്കകത്തുണ്ടായി. പേരെടുത്തു പറയാതെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെയും മുൻ MLA അനിൽ അക്കരയെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷെഫീഖ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. കോൺഗ്രസ് നയിക്കുന്നതിൽ KC വേണുഗോപാൽ ആകെ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസിനെ പ്രൈവറ്റ് കമ്പനിയാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി പല ആളുകളെയും നേരിട്ട് ബന്ധപ്പെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഓഫർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഈ ഭരണം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭരണം കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായ പരിഗണന കിട്ടും, അതിൻ്റെതായ സ്ഥാനങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളെയും ആശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ജയിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം, പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് KC വേണുഗോപാൽ പൂർണ്ണമായും പരാജയമാണ്. അത് ഈ കേരളത്തിൽ ഈ ഒറ്റപ്പെട്ട സംഭവത്തെ മാത്രമല്ല, ഇന്ത്യയിലുടനീളം കോൺഗ്രസിനുണ്ടാകുന്ന വലിയ രീതിയിലുള്ള പരാജയത്തിന് അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. സമ്പത്തുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള മുഴുവൻ നേതാക്കളെയും ഒതുക്കി അദ്ദേഹം
ഈ പാർട്ടിയെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പോലെ കൊണ്ടു നടക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലും അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഇപ്പൊ നോക്കൂ, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മറ്റു പല ജില്ലകളിലും മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ എന്താണ് തൃശ്ശൂർ ജില്ലയിലും പരാജയം സംഭവിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ MLA-യും മുൻ MP-യും DCC നേതൃത്വമൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും പല വാർഡുകളിലും ഡിവിഷനുകളിലും സീറ്റ് കൊടുത്തിട്ടുള്ളത് തരത്തിൽ പണം കൈപ്പറ്റിയിട്ടൊക്കെയാണ്. അപ്പോ ഈ പാർട്ടിയെ ഒരു ചിട്ടി കമ്പനിയെ പോലെ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പോലെ തരം താഴ്ത്തുന്ന പ്രവർത്തനം നടത്തുന്നതിൽ ഞാൻ പ്രതിഷേധിക്കുകയാണ്. എന്റെ പ്രതിഷേധം പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ അവരത് പല രീതിയിലും നമ്മളോട് വന്നിട്ട് അതങ്ങനെ പരിഹരിക്കാം. എവിടെയാണ് പരിഹരിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പരിഹരിച്ചില്ല, പിന്നെ എവിടെയാണ് പരിഹരിക്കുക? അപ്പോ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ്. അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്. ഞാൻ എൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം തുടരും. കാരണം അത് നേരിന്റെ പക്ഷത്ത്, മതനിരപേക്ഷ പക്ഷത്ത്, ജനാധിപത്യ പക്ഷത്ത് തുടരാൻ തന്നെയാണ് തീരുമാനം. അതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം ഇത്തരം മൂല്യച്യുതികൾക്കെതിരെ, അരാഷ്ട്രീയ അധാർമിക പ്രവർത്തനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഉയർത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം. വൈശാഖ് എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകൻ തന്നെയാണല്ലോ. അപ്പൊ ഈ പേയ്മെന്റ് സീറ്റ് ആരോപണത്തിനുള്ളിൽ ഒരു അല്ല, വരും കാലങ്ങളിൽ പേയ്മെന്റ് സീറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല. അത് വരും കാലങ്ങളിൽ നിങ്ങളൊക്കെ ഈ സമൂഹത്തിൽ പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. വരും ദിവസങ്ങളിൽ അതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരും. യാതൊരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിയുന്നതോടുകൂടി ഇതിന്റെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നിങ്ങൾക്ക് വടക്കാഞ്ചേരിയിൽ കാണാം. ഇല്ല, ഇതിൽ ഞാൻ എൻ്റെ തീരുമാനം പല ആളുകളോടും പാർട്ടിക്കകത്തും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘടിതമായ രീതിയിൽ അതിന്റെ നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തതൊക്കെ നിങ്ങൾക്കറിയാം, പുറത്തു വന്നിട്ടുള്ളതാണ്. പക്ഷെ പാർട്ടി നേതൃത്വം അത് ഗൗരവമായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. അതെ, അതായത് AICCക്ക് വലിയ രീതിയിലുള്ള പരാതി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ AICC നിരീക്ഷകനായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി വടക്കാഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വടക്കാഞ്ചേരിയിലെ ഒരു 90% വരുന്ന നേതാക്കൾ ഇതിൽ എതിരാണ്. പക്ഷെ അവർക്ക് ഇപ്പൊ വേറെ നിവൃത്തിയില്ല. ഭരണം കിട്ടും, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് അവരെ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ പ്രവർത്തനം അങ്ങനെ തന്നെ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ AICC നേരിട്ട് സെക്രട്ടറി ഇവിടെ വന്ന് നിൽക്കുന്നത്. കണ്ടിട്ടുണ്ട്. അതെ, അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പഴയ നിലപാട് മാറ്റുക എന്ന് പറഞ്ഞാൽ അവർ പരസ്യമായിട്ട് ഇപ്പൊ പുറത്തേക്ക് വരാത്തുള്ളൂ. അവരുടെ ഉള്ളിൽ ആ നിലപാട് അങ്ങനെ തന്നെയാണ്. അത് ഈ ഇലക്ഷൻ അതിന്റെ കഴിയുന്നതോടുകൂടി അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തും. അല്ല, എന്റെ നിലപാട് ഞാൻ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പത്രസമ്മേളനം വിളിക്കുന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്, എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി അതിലൊരു തീരുമാനം നിങ്ങൾ എടുക്കാത്തതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എടുക്കണ്ടേ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ആ തർക്കം വന്ന് അതിനകത്ത് വിയോജന ആളുകൾ രേഖപ്പെടുത്തി ഇതെല്ലാം കഴിഞ്ഞിട്ടും അതേ നിലപാടായിട്ട് മുന്നോട്ട് പോകുന്നതിൽ പിന്നെ എപ്പോഴാണ് തിരുത്തുക? തോൽവി കഴിഞ്ഞിട്ടോ? ഇലക്ഷൻ കഴിഞ്ഞ് മെയ് 4 റിസൾട്ട് വരുമ്പോൾ തോൽക്കും. അപ്പൊ തോറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി തിരുത്തുക എന്നാണ് പറയുക. അതല്ലല്ലോ അതിന്റെ നയം എന്ന് പറയുന്നത്. പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനമെടുക്കണ്ടേ? അങ്ങനെ ഒരു വ്യക്തികൾക്കെതിരല്ല. അതായത് വ്യക്തികൾക്കെതിരെ ഞാൻ പറഞ്ഞല്ലോ, വരും സമയങ്ങളിൽ അതിന്റെ വ്യക്തമായ തെളിവുകൾ. ഇപ്പൊ എനിക്ക് എന്റെ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യം, ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വ്യക്തമായ തെളിവ് വരുന്നതോടുകൂടി ഞാനൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാണ് ഞാൻ അതന്ന് പരസ്യപ്പെടുത്താതിരുന്നത്. കാരണം എനിക്ക് എന്റെ വിയോജനക്കുറിപ്പ് എനിക്ക് വിയോജനം ഉണ്ട് അതില്. പക്ഷെ ഞാനത് പരസ്യപ്പെടുത്താതിരുന്നത് പാർട്ടി തിരുത്തും എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിൽ
പാർട്ടി ഫോറങ്ങളിലാണ് ഞാൻ അത് ഉന്നയിച്ചത്. ഞാൻ പരസ്യപ്പെടുത്തിയില്ലല്ലോ. ഇപ്പൊ പരസ്യപ്പെടുത്തേണ്ട സാഹചര്യം വന്നത് എന്താ? ഇത്രയും ദിവസങ്ങളായിട്ട് ഞാൻ വന്ന് പരസ്യപ്പെടുത്തിയോ? ഇന്നലെ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞു. ഇന്നലെ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം കഴിയുമ്പോൾ എന്താ അപ്പോഴെങ്കിലും തിരുത്തുന്ന? ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി നോമിനേഷൻ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. അല്ല, അത് ഇന്ന വ്യക്തി എന്നല്ല. അതായത് ഇപ്പൊ വടക്കാഞ്ചേരിയിൽ തന്നെ നിങ്ങൾക്ക് ഉയർന്നു കേട്ട പേരുകൾ നിങ്ങൾക്കറിയാം. അവരാരും അയോഗ്യരല്ലല്ലോ. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയേക്കാൾ ഏതെങ്കിലും അയോഗ്യത അവർക്കുണ്ടോ? എന്നാൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് അവരെക്കാൾ എന്ത് മേന്മയാണുള്ളത്? പൊതുപ്രവർത്തന രംഗത്ത് എന്ത് മേന്മയാണ് പറയാനുള്ളത്? കഴിഞ്ഞ കാലങ്ങളിൽ സംഘടനാ രംഗത്ത് അദ്ദേഹം കൈവരിച്ച അല്ലെങ്കിൽ അദ്ദേഹം നേടിയ നേട്ടങ്ങളോ അല്ലെങ്കിൽ വഹിച്ച പദവികളോ എന്ന് പറയുന്നത് ഇതേപോലെയാണ്, ശരിയായ രീതിയിലൊന്നല്ല. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ 2 വർഷം മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഇദ്ദേഹം ഇവിടെ നിയോജകമണ്ഡലത്തില് മുൻ MLA അനിൽ അക്കരയും ഈ വൈശാഖും ചേർന്നിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി നിയോജകമണ്ഡലം പ്രസിഡൻഷിപ്പിലേക്ക്. അന്ന് ഇദ്ദേഹം ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാ. ഈ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നിയോജകമണ്ഡലത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറിയും മുൻ MLAയും കൂടി സ്ഥാനാർത്ഥി നിർത്തിയിട്ട് ആ സ്ഥാനാർത്ഥി എത്ര സ്ഥാനത്താണ് വന്നത്? 3-ാം സ്ഥാനത്താണ് വന്നത്. പാർട്ടിക്കകത്ത് ജനസമ്മതി ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കില്ലേ? അവിടെ ജയിച്ചില്ലല്ലോ. ഇനി ആ തെരഞ്ഞെടുപ്പിനകത്ത് വ്യാപകമായ കള്ളവോട്ട് ചേർത്തിട്ട് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. വ്യാപകമായ കള്ളവോട്ട് ഇത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ മാത്രം വൈശാഖിന്റെ നേതൃത്വത്തിൽ ചേർത്തിയ വോട്ടുകളാ. ഇതിനകത്ത് ഇതിൽ ചെറിയ ഉദാഹരണം എന്റെ കയ്യിലാണെന്ന്, ഞാനത് കൂടുതൽ സൂക്ഷിച്ചിട്ടില്ല. ഇത് നോക്കൂ, ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എത്ര കള്ളവോട്ടുകൾ അദ്ദേഹത്തിന്റെ പേരിൽ വൈശാഖിന്റെ പേരിൽ ചേർത്തിട്ടുള്ളത്. ഇതിനെ കുറിച്ചിട്ട് പരാജയം കൊടുത്തിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. ആ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തോടെ നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു. കാരണം അതൊരു ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പൊന്നുമല്ലല്ലോ. ഒരു ഏജൻസിയെ വെക്കുക, ആ ഏജൻസിക്ക് കുറെ ക്യാഷ് കൊടുക്കുക, കോടിക്കണക്കിന് രൂപ അതിന്റെ പേരിൽ പിരിച്ചെടുക്കുക. ആ പിരിച്ചെടുത്ത പണം മുഴുവനും ഏജൻസിയും പിന്നെ അതിനും നിയോഗിച്ച നേതാക്കളും കൊണ്ടുപോവുക. പാവപ്പെട്ട ആളുകളിൽ നിന്നും മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 100-150 രൂപ എല്ലാം മേടിക്കുക. കോടിക്കണക്കിന് രൂപ അതിന്റെ പേരിൽ പിരിച്ച് ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു കമ്മീഷൻ അന്നത്തെ നേതാക്കൾ. പക്ഷെ അന്ന് നമ്മളത് പക്ഷെ ഈ പാർട്ടി നിൽക്കണമെങ്കിലോ അതിനകത്ത് ആ ഇലക്ഷനകത്ത് പങ്കാളിയാകണം. അങ്ങനെ ഒരു നിർബന്ധ അവസ്ഥയിലാണ് ഞാൻ ആ യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൽ മത്സരിച്ചത്. അതിന്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയിട്ടാണ് അന്ന് പല വോട്ടും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ മാത്രം ഞാൻ ചേർത്തിയ വോട്ടിന്റെ ചെറിയൊരു കണക്ക് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് വൈശാഖിന്റെ പേരിൽ എത്ര വോട്ട് വന്നിട്ടുണ്ട്. അന്ന് പരാതി കൊടുത്തിരുന്നു. അപ്പൊ അന്നത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാനും വ്യാപകമായ കള്ളവോട്ട് ചേർത്താനും നേതൃത്വം കൊടുത്ത ഒരാളാണ് പിന്നീട് ഇവിടെ മത്സരിക്കാൻ വരുന്നത്. ഇവർക്ക് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നീതി പുലർത്താൻ കഴിയുക? വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥി നിർണയ അപാകതയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് അറിയിച്ചു. എന്നാൽ നാളെ വടക്കാഞ്ചേരിയിലെത്തുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതിനുള്ള മറുപടി പറയുമെന്ന് PN വൈശാഖ് പ്രതികരിച്ചു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ട. ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.